നമസ്കാരം. സാക്ഷരതയിൽ, സാമൂഹിക ജീവിത നിലവാരത്തിൽ, ആരോഗ്യ മേഖലയിൽ എന്നു വേണ്ട കേരളം നേട്ടമുണ്ടാക്കുന്നിടത്തെല്ലാം അതിൻ്റെ ഉടമസ്ഥാവകാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കാറുണ്ട്. അതേ കേരളത്തിന് നാണക്കേടായിരുന്നു വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവം. ആധുനിക കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നോ എന്ന് പലരും സംശയിക്കുമ്പോഴാണ് വീട്ടിലെ പ്രസവത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസം എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. പ്രസവം നടത്തിയവർക്ക് ആദരവും അവാർഡ് ദാനവും വരെ നടന്നു നമ്മുടെ കേരളത്തിൽ. എന്നാൽ വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന, ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ ആണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിത് എന്ന് BJP തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെയാണ് CPIMന്റെ വിമർശനം. പുരോഗമന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന വർഗ യുവജന പ്രസ്ഥാനങ്ങളും മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഈ പുരോഹിതരുടെ വാക്കുകളോട് മൗനം തുടരുകയാണ്. വനിതാ സംഘടനകളും മാളത്തിൽ ഒളിച്ച മട്ടാണ്. സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കും എതിരെ നിലപാടെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ അഴകൊഴമ്പൻ നിലപാട് സ്വീകരിക്കുമ്പോൾ ചോദ്യങ്ങൾ പലതാണ്. സമൂഹത്തോട് ഇവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? ആരെ ഭയന്നാണ് ഈ മൗനം? വോട്ട് ബാങ്ക് മാത്രമാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യം? സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സഹയാത്രികൻ ഡോക്ടർ B. ജയരാജ്, ശ്രീ KPO റഹ്മത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VHP നേതാവ്, ഡോക്ടർ അനുപമ IMA പ്രതിനിധി, ശ്രീ പ്രിൻഡു മഹാദേവ് BJP നേതാവ് എന്നിവർ ആണ്. ആദ്യം ശ്രീ KPO റഹ്മത്തുള്ള, കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ചിലരെങ്കിലും ഇത് ഇസ്ലാമോഫോബിയുടെ ഭാഗമായുള്ള ഊതിപ്പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇന്നത്തെ ചർച്ചയിലേക്കടക്കം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിൽ CPIMും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെടും. പക്ഷേ അതിൽ നിന്നൊന്നും പ്രതിനിധികളെ നൽകാൻ അവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ നിലപാട് പറയാനോ ഈ വിഷയത്തെ അനുകൂലിക്കാനോ എതിർക്കാനോ, അങ്ങനെയും പറയേണ്ടി വരും, എതിർക്കേണ്ട വിഷയമാണ് എങ്കിൽ പോലും അതിന് ഭയമുണ്ടാകുന്നു എന്ന് വേണമല്ലോ അനുമാനിക്കാൻ. ഇസ്ലാമിക് ഫോബിയയുമായി ഈ സത്യസന്ധമായ വാർത്തകൾക്ക് ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം. മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രമല്ല പല ജില്ലകളിലും അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി ഒരുപാട് മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കപ്പെടുകയാണ്. ഇനിയും സിറാജുദ്ദീന്റെ ഭാര്യയെ മനഃപൂർവ്വം കൊന്നതുപോലെ ഇനിയും മരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്നാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇസ്ലാമിന് ഒരു പങ്കുമില്ല എന്നതാണ് സത്യം. ഇസ്ലാം മതം അന്ധവിശ്വാസങ്ങളെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതൃത്വവും തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവിധ ചികിത്സകളും ചെയ്തതിന് ശേഷം, എല്ലാവിധ മുൻകരുതലുകളും ചെയ്തതിന് ശേഷം മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിനു പകരം പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കുടിച്ചാൽ, ഏതെങ്കിലും ഔലിയാക്കളുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ചാൽ രോഗം മാറുമെന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം ചികിത്സിക്കാനും ഏറ്റവും നല്ല വൈദ്യ സഹായങ്ങൾ ചെയ്യാനുമുള്ള അഭ്യർത്ഥനയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല മറ്റ് മത ദർശനങ്ങളുമായി ഒരു ബന്ധവുമില്ല. അവിടെയാണ് ശ്രീ KP റഹ്മത്തുള്ള എടുത്തു പറയേണ്ടത്. ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അടക്കം ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, അവരെ വിളിച്ചിരുന്നതാണ്. താങ്കൾക്കും അറിയാമല്ലോ, ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾ അനുസരിച്ച് ആ പാർട്ടിയാണ് അതിഥികളെ നൽകുക ഇത്തരം ചർച്ചകൾക്ക് എന്ന്. അപ്പോൾ അതൊരു പൊതുവായ തീരുമാനമാണ് എന്നുള്ളതാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ അടക്കം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയേണ്ടത് ഇതിൽ തലവെക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർദ്ദേശം എന്നാണ്.
താങ്കൾ ഈ പറയുന്നത് പോലെ മുസ്ലിം സമുദായവുമായി ഈ വിഷയത്തിന് ബന്ധമുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലെ ഭൂരിപക്ഷവും ഇത്തരം തിന്മകളെ എതിർക്കുന്നവർ ആയിരിക്കാം. അപ്പോൾ പോലും ആ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും താങ്കൾ പറയുന്നത് പോലെ സംസാരിക്കാൻ ആർജവമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാകും? വോട്ടും സീറ്റും ആണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യ ലക്ഷ്യം. ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനങ്ങളാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ഇന്ത്യൻ സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഇവരൊക്കെ ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പേ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്കൊക്കെ ഈ സമൂഹം വഴിതെറ്റുമ്പോൾ, ഈ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതയും ഊട്ടിയുറപ്പിക്കപ്പെട്ട രൂപത്തിൽ ജീവിതങ്ങൾ രൂപപ്പെടുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ രംഗത്ത് വരാൻ ഇവർക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. കേരളം 21ാം നൂറ്റാണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. കേരളം പല മേഖലകളിലും, ആരോഗ്യ മേഖലയടക്കം ലോകത്ത് തന്നെ മുന്നിലെത്തിയ ഒരു സമയത്ത് സമൂഹത്തെ പിറകോട്ടടിപ്പിക്കാനും സമൂഹത്തെ ഇരുട്ടിലേക്ക് നയിക്കാനും നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ ഇനിയും രംഗത്ത് വരാൻ രാഷ്ട്രീയ പാർട്ടികൾ മടിച്ചു നിൽക്കുന്നത് വോട്ട് ബാങ്കിന്റെ വിഷയത്തിലാണെങ്കിലും പ്രീണനത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതിനെയൊന്നും അനുകൂലിക്കാനോ അതിനോടൊക്കെ സമരസപ്പെട്ടു പോകാനോ ജനാധിപത്യവാദികൾക്കോ മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിക്കുന്നവർക്കോ പുരോഗമന ചിന്തയുള്ളവർക്കോ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കുറ്റകരമായ മൗനം നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ബി ജയരാജ്, പലപ്പോഴും നമ്മൾ മലയാളികൾ ഇന്ത്യയിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഒന്നാമതായി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. ജീവിത നിലവാരത്തിൽ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കും എന്നാണ് പലപ്പോഴും സർക്കാരുകൾ അവകാശപ്പെടാറുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം എന്നത് ഇടതു വലതു പക്ഷങ്ങൾ മാറി മാറി അവകാശപ്പെടാറുമൊക്കെയുണ്ട്. കോവിഡ് പ്രതിരോധത്തിലടക്കം നമ്മൾ നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ്, അത് ലോകം തന്നെ മാതൃകയാക്കിയതാണ് എന്നൊക്കെ ഈ സർക്കാരുകൾ പോലും അവകാശപ്പെടാറുണ്ട്. അതിനിടയിലാണ് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ഈ 2025 ഒരു സ്ത്രീ മരിക്കുന്നത്. അത് മാത്രവുമല്ല, കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് മാധ്യമങ്ങളടക്കം പുറത്തുവിടുമ്പോൾ അതിനോട് സർക്കാരും മൗനം പാലിക്കുന്നു. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം CPIM അടക്കം ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാതെ അഴകുഴമ്പൻ മട്ടിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അത് അങ്ങേയറ്റം ലജ്ജാകരം കൂടിയല്ലേ ഡോക്ടർ ജയരാജ്? ഈ വിഷയത്തിന് നമ്മൾ രണ്ട് രീതിയിലാണ് കാണേണ്ടുന്നത്. ഒന്ന്, വളരെ തികച്ചും ദൗർഭാഗ്യമായ സംഭവമാണ് നടന്നത്. വീട്ടിലെ പ്രസവത്തിനെ തുടർന്ന് പിന്നെ ഈ മരണപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ ആരാരുമില്ലാത്ത ഒരു കുട്ടി, അപ്പോൾ 4ാമത്തെ പ്രസവത്തിലാണെന്ന് തോന്നുന്നു ആ കുട്ടി കൊല്ലപ്പെട്ടത്. അപ്പോൾ കേരളം പോലെ ഒരു സമൂഹത്തിൽ ഇത് ഒരിക്കലും നടന്നുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഒന്നാമത്, ഈ ഹോം ഡെലിവറി എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും നടക്കാറുണ്ട്, വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കാറുണ്ട്. പക്ഷെ നടക്കുന്നത് എമർജൻസി മെഡിക്കൽ കെയർ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു മിഡ്വൈഫിന്റെ സേവനം അവിടെ ഉണ്ട്. എന്തെങ്കിലും ഇപ്പോൾ 1-2 കേസുകളിൽ നമുക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ, ഉദാഹരണത്തിന് BP കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രീച്ച് ബർത്ത് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഹെമറേജ് ഉള്ള കേസുകളിൽ, ഇത്തരം കേസുകളിലൊക്കെ ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ C-സെക്ഷൻ വേണ്ടുന്ന കേസുകളിൽ ഇതെല്ലാം ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് പ്രധാനം. അല്ലാതെ ഹോം ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവണം, അതിന് പോകാനുള്ള സംവിധാനം വേണം, പ്രാക്ടീസ് ഉള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മിഡ്വൈഫിന്റെ സഹായത്തോടു കൂടി ഹോം ഡെലിവറി ആവാമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ജയരാജ്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അത് തെളിയിക്കുന്നുവെങ്കിൽ അത് അവരുടെ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗം കൂടിയായിട്ടാണ് എന്നതാണല്ലോ വസ്തുത. അതായത് ഒരു വീട്ടിൽ തന്നെ പ്രസവം എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ ശാസ്ത്രീയമായി പുരോഗമിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ തരത്തിൽ എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുക? ഇവിടെ മതമേലധ്യക്ഷന്മാരുടെ പ്രസവം, അല്ലെങ്കിൽ പ്രസംഗത്തിൽ അവർ പ്രസവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്താണ്? ആന പ്രസവിക്കുന്നുണ്ടല്ലോ, പൂച്ച പ്രസവിക്കുന്നുണ്ടല്ലോ, പട്ടി പ്രസവിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ പ്രസവിക്കുന്നത് ഡോക്ടർമാരുടെ സഹായത്തോടു കൂടിയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു ബോധമുണ്ട്. കാര്യം എന്റെ അമ്മമ്മയ്ക്ക് 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കള് വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. അരി ഇടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രസവം നടന്നതെന്നൊക്കെ ചിലർ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. പക്ഷെ വാസ്തവം എത്രയാണ്? എത്ര കുട്ടികൾ മരിച്ചു, എത്ര കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട്, എത്ര കുട്ടികൾ ആരോഗ്യത്തോടെ ഉണ്ട്,
എത്ര കുട്ടികൾ മെന്റലി റിട്ടാർഡഡ് അല്ലാത്തതുണ്ട്, എത്ര കുട്ടികൾക്ക് അസ്ഫിക്സിയ സംഭവിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾക്ക് ഉംബിലിക്കൽ കോഡ് കഴുത്തിൽ ചുറ്റി മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലാതെ പണ്ട് എങ്ങനെ ചെയ്തിരുന്നുണ്ട്. ഇപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസ് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന അവിസെന്നയൊക്കെ അറേബ്യയിൽ നിന്നാണ്. അപ്പോൾ ഈവൻ നമ്മുടെ ഹൈപ്പോഡെർമിക് നീഡിൽ വരെ കണ്ടുപിടിച്ചത് അറേബ്യയിലാണ്. അപ്പം ഇസ്ലാമിന്റെ ഇത്തരം ചികിത്സകളുമായിട്ടുള്ള ബന്ധം വളരെ പണ്ട് തന്നെയാണ്. പക്ഷെ ഇത് ഇസ്ലാമിനെ മാത്രം കുറ്റം ഇതിനകത്ത് അർത്ഥമില്ല. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പല പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും പറയാറുണ്ട്. ഉദാഹരണത്തിന് ബോൺ അഗെയിൻ ആയിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അവർ പലപ്പോഴും രോഗം വന്നാൽ ചികിത്സിക്കാറില്ല. അവർ വീട്ടിൽ തന്നെ ഡ്രം അടിച്ച് കൊട്ടും പാട്ടുമായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് മരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താണ് പറയുന്നത്, ഈ ചാണകവെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ കുറെ പേര് അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പൊ IIT-യിലെ ഒരു പ്രൊഫസറാണ് പറഞ്ഞത് എന്റെ അപ്പൂപ്പന്റെ അസുഖം മാറിയത് ചാണകവെള്ളം കുടിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗോമൂത്രം കുടിച്ചതുകൊണ്ടാണ്, ഇതാണ് അസുഖം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള യാതൊരു, അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പൊതുസമൂഹം പൊതുവെ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് കണക്കല്ല യൂട്യൂബ് പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങുന്ന ആളുകളെ ഒരേപോലെ ഒറ്റപ്പെടുത്തണം. അതിനകത്ത് അവിടെയാണ് ഡോക്ടർ ബി ജയരാജ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഗോമൂത്രം കുടിച്ചാൽ അസുഖം മാറും എന്നതൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇത് ഇസ്ലാം മതവിഭാഗത്തെ മാത്രം എന്നുള്ളതല്ല, ആ മതവിഭാഗത്തിലെ മതപ്രഭാഷകനാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. അത് മറ്റാര് പ്രസംഗിച്ചാലും ഇതേ വിഷയം ഇതേ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അത്തരം വിഷയങ്ങളിൽ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ അനങ്ങുന്നില്ല? കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾ, CPM-ന്റെ രാഷ്ട്രീയ നേതാക്കൾ പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. വാക്സിനേഷനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. വാക്സിനേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ആഗോള ഏതാണ്ട് അട്ടിമറിയാണ്, അതിന്റെ ഭാഗമായിട്ടാണ്, ഇങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആവശ്യമില്ലാത്ത വാക്സിനേഷനുകൾ മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്സിനേഷൻ മലബാർ മേഖലയിൽ കൂടുതൽ ആളുകൾ ബ്ലോക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് എത്ര കുട്ടികൾ വികലാംഗരായി ജനിച്ചു എന്നുള്ളതിന്റെ കണക്കൊക്കെ കേരള ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതേ ആളുകൾ തന്നെ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ UAE-ലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ അവർക്ക് ജോബ് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ നിർബന്ധമാണ്. ആ വാക്സിനേഷൻ അവർ പുറത്തിരിഞ്ഞുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ അവിടെ പറ്റില്ല. ഈ ആളുകളെല്ലാം, ഈ പറയുന്ന ആളുകളെല്ലാം പുറത്തോട്ട് പോകുമ്പോൾ ഫോട്ടോഗ്രാഫി എതിർക്കുന്ന ആളുകൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പർദ്ദ ധരിച്ചു കിടക്കുന്ന ആളുകൾ എയർപോർട്ടിൽ ചെല്ലുന്നുണ്ട് പർദ്ദ മാറ്റി മുഖം കാണിക്കാറുണ്ട്, പരീക്ഷ എഴുതാൻ നേരത്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വേണ്ടാത്ത ആവശ്യമില്ലാത്ത കടമ്പിടുത്തം പിടിക്കുക, അതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയും ചെയ്യുന്നത് ഒട്ടും അനുവദനീയമല്ല. കാരണം ഒരു കാരണത്തിൽ ഇത് നമുക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ പറ്റില്ല. കാരണം താങ്കൾ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഈ ഇലന്തൂരിലെ നരബലി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിനുശേഷമാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചത്. അവിടെയാണ് ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ എന്ത് മാർഗരേഖ കൊണ്ട് വേർതിരിക്കാനാകുമെന്ന സംശയമൊക്കെ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ സർക്കാരിന് അതിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത്തരം പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തള്ളിപ്പറയാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ജനറലി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി തള്ളി പറയാതെ തന്നെ ഇതിനകത്ത് പ്രതികരിക്കേണ്ടുന്ന ആളുകളെല്ലാം കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും പിന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായാലും അത്ര അതിശക്തമായിട്ടുള്ള ഇത് നേരത്തെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഒരാള് ഒരു കമന്റ് പറഞ്ഞപ്പോൾ തന്നെ എന്തെല്ലാം വിമർശനങ്ങൾക്ക് ഇതായി. അതായത് 5 പള്ളികളിൽ ഒരേ സമയത്ത് എന്തിനാണ് വാങ്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഒരേ സാധനം തന്നെയല്ലേ വിളിക്കുന്നത്, അടുത്തടുത്തുള്ള പള്ളികളിൽ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു വലിയ വിഷയമായി. അത് തന്നെയാണ് ഡോക്ടർ ജയരാജന്റെ സംശയം. അതായത് ഇതൊരു വിവാദമായാലോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനെ ചൊടിപ്പിക്കുന്നതായാലോ ഒറ്റപ്പെടുത്തേണ്ടതില്ല. ഈ അനാചാരം അങ്ങ് നടന്നുകൊള്ളട്ടെ, ഇതിനോട് നിശബ്ദത പാലിക്കാം, അതാണോ എന്നുള്ളത് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അങ്ങനെയല്ല പറയേണ്ടത്. അല്ലല്ല അങ്ങനെ മാത്രമല്ല, അതല്ലെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരാവും. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളും തന്നെയാണ്. നിരീശ്വരവാദികളായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ. നിരീശ്വരവാദികൾ അങ്ങനെയൊക്കെ പറയും, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയൊക്കെ പറയും, അത് അവന്റെയൊക്കെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തി തള്ളുന്ന ഒരു പ്രവണത മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെ ഇത് ഞങ്ങളുടെ കാര്യം വിശ്വാസമുള്ളവർ മാത്രം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ഫൂളിഷ്നെസ് ഒക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നും എന്തെല്ലാം കാരണവശാൽ ഇതിങ്ങനെ ചെയ്തുകൂടാന്നും എന്തൊക്കെയാണ് സ്കാനിങ്ങിന്റെ പ്രത്യേകതയെന്നും എങ്ങനെയാണ് ഈ നിയോനൈറ്റൽ സ്റ്റേജിലുള്ള കുട്ടികളുടെ അവസ്ഥയെന്നും എന്തൊക്കെ ഫോളിക് ആസിഡ് പോലുള്ള മരുന്നുകൾ പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം എതിർത്തുകൊണ്ട് കേരള സമൂഹം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും കൺസേൺഡ് ആണ്. എല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്ന വേദികളിലെല്ലാം പ്രതികരിക്കുന്നുണ്ട്. അതിന് പക്ഷെ എന്തായാലും ഇതിലൊരു പ്രതികരണം താങ്കൾ ഈ പറയുന്ന പോലെ CPM-ന്റെ നേതാക്കൾ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മറ്റു വകുപ്പ് മന്ത്രിമാരോ പ്രതിപക്ഷ നേതാവോ മുസ്ലിം ലീഗിന്റെ നേതാക്കളോ ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല ഡോക്ടർ ജയരാജ്. ആരോഗ്യവകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് അതിശക്തമായ ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് അതേ കണക്കല്ല അന്ധവിശ്വാസത്തിനെതിരെയുള്ള നിയമം നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് നിയമമായിട്ട് വരും. അന്നേരം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിനെതിരെ വാളുമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇത്തരം മതത്തിന്റെ രാഷ്ട്രീയമായിട്ട് മിക്സ് ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ, ഇത്തരം ആളുകളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ചെയ്യുന്നത്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ല. മതത്തിനെ രാഷ്ട്രീയമായിട്ട് കുട്ടിക്കഴക്കുകയും അതിനകത്തുനിന്ന് മുതലെടുപ്പ് നടക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതിനകത്തുനിന്ന് മുതലെടുപ്പ് നടത്തുന്നത്. അത്തരക്കാരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി. ശ്രീ പ്രിന്റു മഹാദേവ്, എന്തായാലും ഈ വിഷയത്തിൽ BJP നിലപാട് പറയുന്നുണ്ട്. BJP പറയുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ തള്ളിപ്പറയാൻ ഇതര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തത് എന്നാണ്. ഇവിടെ ഡോക്ടർ B. ജയരാജ് സ്പീക്കറിന്റെ ചില പരാമർശം ഉദ്ധരിച്ചു. അതേ സ്പീക്കർ തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമൂഹം കൂടിയാണ്. ഇവിടെ ഇതാ ഈ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന പലതരത്തിലുള്ള രീതികൾ. അതിലൊന്നാണ് ഈ ഗോമൂത്രത്തിന്റെ ഗുണത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ചില സന്യാസിവരന്മാർ. എനിക്ക് തോന്നുന്നു കൃപാസനം എന്നാണ് എന്ന് തോന്നുന്നു. അങ്ങനെയൊരു മാസിക പോലും ഭക്ഷിച്ച ജനതയുണ്ട് നമ്മുടെ കേരളത്തിൽ, വെറും പേപ്പർ കഷ്ണങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ജയരാജ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ എല്ലാം മാറും എന്ന തരത്തിലുള്ള കൈകൊട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനകളടക്കം അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇതിലിപ്പോൾ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എന്ന തരത്തിലേക്ക് ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. ഇതെല്ലായിടത്തും നടക്കുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ഇസ്ലാമോഫോബിയുടെ ഭാഗമായി മാത്രം ഇതിനെ ഉയർത്തി കാണിക്കുന്നു എന്നൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സമീപനം BJP-യെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? അല്ല, ഇതിനകത്ത് നമുക്കറിയാമല്ലോ, വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഈ നവോത്ഥാന മൂല്യങ്ങളും ആധുനിക മനുഷ്യനുമാകുന്നത് സാങ്കേതിക വിദ്യയുടെയും ആധുനിക ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായിക്കൊണ്ട് ഒരു സാമൂഹിക ക്രമത്തെ പടുത്തുയർത്തുമ്പോഴാണ് മനുഷ്യൻ ആധുനിക മനുഷ്യനാവുന്നത്. കാരണം മതങ്ങളുടെ ഒരു പഴക്കമോ ആ കാലഘട്ടത്തിന്റെ ടെക്നോളജിയോ ആ കാലഘട്ടത്തുണ്ടായിരുന്ന ടെക്സ്റ്റിനെയും 2025 താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് മതങ്ങളുടെ ഇടപെടലിനേക്കാൾ കൂടുതൽ സാമൂഹിക ശാസ്ത്ര പുരോഗതിയുടെ നേട്ടങ്ങൾക്കാണ് മനുഷ്യൻ മുൻഗണന നൽകേണ്ടത്. സ്വാഭാവികമായിട്ട് ഇപ്പോഴും കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ, ചില വിഭാഗങ്ങളിൽ ഇപ്പോഴും അവർ 16-ാം നൂറ്റാണ്ടിന്റെ ഒരു ആലസ്യത്തിൽ നിന്ന് അവർ വിട്ടുണർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതിനെ ഒരു മതവിഭാഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ News 18 തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം വീട്ടുകളിൽ നടന്ന പ്രസവത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 1347 ആ 1347 പ്രസവങ്ങളിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ഇതിൽ പങ്കാളികളായിട്ടുള്ളത്? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ ആകമാനം വീടുകളിൽ നടന്നിട്ടുള്ള പ്രസവങ്ങളിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ പങ്കാളികളായിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തെ പോലെ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ലോകത്ത് ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു, പ്രത്യേകിച്ച് കേരളം. ആ സമയത്ത് ഇപ്പോഴും ഈ പറഞ്ഞ 16-ാം നൂറ്റാണ്ടിന്റെ ആലസ്യത്തിലുള്ള ചില ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഈ കേരളത്തിന്റെ ഒരു പ്രതിഷേധം എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല? ആ രേഖപ്പെടുത്താതിരിക്കുമ്പോഴാണ് പലപ്പോഴും സ്വാഭാവികമായിട്ട് BJP-യെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറയേണ്ടി വരുന്നത്
സംഘടിത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കേസുകളിൽ പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിക്കൊണ്ട് അവരുടെ ആരോഗ്യം പോലും പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോ ഇപ്പൊ ജാതി മതഭേദമന്യേ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഒരു മതത്തിന്റെ ഒരു വേലാം പണിഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് ഒരു പറ്റം ഒരു മതപണ്ഡിതന്മാർ ദുശാട്ടി പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ ശക്തിയുക്തം എതിർക്കേണ്ട ബാധ്യത കേരളത്തിലെ എല്ലാ മുന്നണികൾക്കുമുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വിഷയവുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ, ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, മന്ത്രിമാർ തയ്യാറായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പൊല്ലാപ്പ് നമ്മൾ കേട്ടു. അപ്പോൾ കേരളത്തിലെ ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഈ നവോത്ഥാന മൂല്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടമൊക്കെ പഠിക്കാൻ വലിയ രീതിയിലുള്ള പൊല്ലാപ്പായിരുന്നല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത് നരബലിയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിലുണ്ടായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഈ ആധുനിക ലോക ക്രമത്തിനനുസരിച്ച് ജീവിക്കേണ്ട, അവർക്ക് അവരുടേതായിട്ടുള്ള അവിടെയാണ് ശ്രീ പ്രിന്റു താങ്കൾ ഈ സൂചിപ്പിക്കുന്ന ഗോപൻ സ്വാമി എന്ന് വിശേഷിപ്പിച്ച ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പക്ഷം പിടിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നു, ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതാണല്ലോ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഗോമൂത്രം പോലെ അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാതെ പല സന്യാസിപരന്മാരും അതിനെ പിന്തുണയ്ക്കുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നു. അങ്ങനെ ആരാണോ ഇതിന് നേതൃത്വം നൽകുന്നത് അവർ പറയുന്നത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സന്യാസിപരം മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പരാമർശിക്കാറുണ്ട്. സമനില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോമൂത്രത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊരു സ്ട്രാറ്റജിയാണ്. ഗോമൂത്രം കുടിക്കുന്ന സന്യാസി ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളല്ല. അയാൾക്ക് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അയാൾ മുന്നോട്ട് പോകുന്ന ആളല്ല. അദ്ദേഹത്തിന് ആത്മീയപരമായ കാര്യങ്ങൾ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല. അതിലല്ല ചെയ്യുന്നത്. ഇവിടത്തെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്, സമൂഹത്തിൽ ഇടപെടുന്നവരാണ്, സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ സംവിധാനത്തെ ചലിപ്പിക്കുന്നവരാണ്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലണ്ടറുകൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ട് സാർ. അതിനൊരു സന്യാസി ഇതിന് താങ്കൾ പറയുന്നത് പോലെ ഒരാൾ കുടുംബജീവിതം നയിക്കുന്നോ ഇല്ലയോ എന്നതാണോ അത്തരം ബ്ലണ്ടറുകളെ ചലഞ്ച് ചെയ്യേണ്ടതിന്റെ അടിസ്ഥാനം എന്നത്? ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വാക്സിൻ. ഇവിടെ വാക്സിൻ വന്ന സമയത്തും വാക്സിനെതിരെ വ്യാപകമായ പ്രചരണം ഉണ്ടായ ജില്ല മലപ്പുറം ജില്ലയാണ്. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്സിൻ കുത്തിവെക്കുന്നത് മൂലം അവരുടെ പ്രത്യുൽപാദന ശേഷിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന സംവിധാനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ള ഒരു പ്രചരണമാണ് അവരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് മലബാർ ഭാഗങ്ങളിലും മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കോവിഡ് വാക്സിൻ പോലും എടുക്കാത്ത ആളുകളുണ്ട്. പിന്നെ ഞാൻ പറയും ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ഈ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ സമയം, ആ ലോക്ക്ഡൌണിന്റെ ഒന്നാം ഘട്ടത്തിൽ നിന്ന് കേരളം മുഴുവൻ വലിയ രീതിയിലുള്ള വ്യാപകമായ കോവിഡ് വ്യാപനത്തിന് കാരണം എന്താണെന്ന് അഭിനയ സാറിന് അറിയോ? നമ്മൾ നോക്കിയാൽ മനസ്സിലായി, ഈ വലിയ പെരുന്നാൾ സമയത്ത് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അന്ന് കോവിഡ് മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ന് പള്ളിയിലേക്കും നിസ്കരിക്കാനുമുള്ള അനുവാദം കൊടുത്തു കേരളത്തില്. അതിനുശേഷമാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോവിഡിന്റെ വ്യാപനം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സമുദായത്തിന് അനുഭവിച്ച് ബാക്കിയുള്ളവർ ഇറങ്ങി തെരുവില്. അത് ഞാൻ ഒരു സമുദായത്തിന് മാത്രമല്ല. അപ്പൊ ഇവിടെയൊക്കെ ആരോഗ്യ മേഖലയായിക്കോട്ടെ, വ്യാവസായിക മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഏതു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീണനമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ പ്രീണനം കേരളത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പൊ ഈ പ്രീണനത്തിനെതിരെ നിങ്ങൾ ന്യൂസ് 18 ഒരു പ്രചരണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായി ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട് അവിടെ സാമൂഹിക അസമത്വം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയായി. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. അപ്പൊ നോക്കൂ, സംഘടന ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ഓച്ചാലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾക്ക് ഒരു പ്രത്യേക പർട്ടിക്കുലർ മതവിഭാഗം ഏത് രീതിയിൽ ഈ കേരളത്തിന്റെ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, സാമുദായികമായി ധ്രുവീകരണം ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. അവിടേക്ക് ഓച്ചാലിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഈ കേരളത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും VHP നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ, ഇതിലിപ്പോൾ
ഈ പറയുന്നത് പോലെ എല്ലാ സമുദായങ്ങളിലും തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയ അടിത്തറകൾ ഇല്ലാത്ത പല പ്രവൃത്തിയെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഈ വിഷയം ന്യൂസ് 18 പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം മതവിഭാഗത്തിൽ മാത്രമൊന്നുമല്ല കുടുംബങ്ങളിൽ പ്രസവം നടക്കുന്നത് എന്നത് നമുക്കറിയാം. പലപ്പോഴായി ഇപ്പോൾ വാഹനത്തിൽ വെച്ച് പ്രസവിച്ച സാഹചര്യമുണ്ട്, KSRTC ബസ്സിൽ വെച്ച് പ്രസവിക്കുന്ന സാഹചര്യമുണ്ട്, ആദിവാസി ഊരുകളിൽ പലരും ഇപ്പോഴും വീടുകളിൽ പ്രസവിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ വ്യത്യസ്തമായ സാഹചര്യമാണ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഒരു കാരണവശാലും നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ചികിത്സ നൽകരുത്, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകരുത് എന്നൊരു സാഹചര്യമല്ലാതെ ഇപ്പോൾ ആദിവാസി ഊരുകളിൽ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് അതിനുള്ള സാഹചര്യമില്ല, അവരുടെ ജീവിത രീതി ഇതാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നവരെ അടക്കം ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് പ്രസംഗങ്ങൾ പോകുന്നു. ഞങ്ങൾ ഈ ചിത്രം ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതൊരു വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ആ വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് മതപരമായ വിഷയം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്, സാമൂഹികമായ ഒരു വിഷയം എന്ന നിലയിലാണ്. ഇതേത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എങ്കിലും അത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര യുവജന സംഘടനകൾ, വനിതാ പ്രസ്ഥാനങ്ങളൊന്നും വാതുറക്കുന്നില്ല. അതിന്റെ കാരണം എന്ത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ചർച്ചയിലെ വിഷയം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ പ്രസവം രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാത്തത് മതത്തെ ഭയന്നു. ആ മതം എന്ന് പറയുന്ന വാക്ക് ജനറലൈസ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ മതത്തെ എന്ന് മാറ്റിയിട്ട് ഇസ്ലാമിനെ ഭയന്ന് എന്ന് തന്നെയായിരുന്നു ആക്കേണ്ടിയിരുന്നത്. അല്ല, എല്ലാ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട താങ്കൾക്കറിയാമല്ലോ. അല്ല, ഞാൻ താങ്കളോട് വ്യക്തത വരുത്തട്ടെ. അതായത് കേരളത്തിൽ ഇസ്ലാമിന്റെ ജനത, ഇസ്ലാമിക ജനത എത്രയുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടാകും. അതിൽ ഭൂരിപക്ഷവും ആശുപത്രികളിൽ പോയി കൃത്യമായി ചികിത്സിച്ച് പ്രസവം നടത്തുന്ന കുടുംബങ്ങളാണ്. ഇതൊരു ചെറിയ ശതമാനമാണ്, പക്ഷെ ആ ശതമാനം എന്നത് ആ വിഭാഗത്തിലാണ്. അത് ഒരു പ്രത്യേക മതമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ പ്രസവിക്കുന്നത്. അത് മറ്റൊരു മതമാണെങ്കിലും ആ മതത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മതം എന്ന് നൽകുന്നത്. ഈ വിഷയത്തിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന് ഭയം, ഒന്ന് പ്രീണനം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന BJP ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന കുറ്റകരമായ മൗനമുണ്ട്. അതൊരു വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എല്ലാ കാലത്തും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഈ ഏറ്റവും വലിയ പിന്തുണ പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ ആരും തന്നെ ഈ ചർച്ചയിൽ വരാതിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തമായ ഉത്തരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ഒരു കണക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ V. ശിവൻകുട്ടി 1ാം ക്ലാസ്സിൽ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. 3,03,168 കുട്ടികളാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. അത് അദ്ദേഹം ജില്ല തിരിച്ച് അത് സൂചിപ്പിക്കുകയുണ്ടായി. ഏകദേശം അതിനകത്ത് 68,518 കുട്ടികളും മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിലായിരുന്നു ജനിച്ചത് എന്നുള്ള കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ 25% ഒരു പർട്ടിക്കുലർ ജില്ലയിലാണ് ജനിച്ചത് എന്ന് പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ് ഈ വിഷയത്തില് ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൗനത്തിന് പിന്നിലുള്ളത്. 2 വർഷം മുമ്പ് 5 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു കുട്ടി 13 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരു യുവാവായി മാറുമ്പോൾ കേരളത്തിലെ 25% വോട്ടർമാരും ഒരു പർട്ടിക്കുലർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പർട്ടിക്കുലർ മഹാഭൂരിപക്ഷവും ഒരു പർട്ടിക്കുലർ സമുദായത്തിൽ നിന്ന് വരും എന്നുള്ള കാഴ്ചപ്പാടിനെ ഈ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ കോൺഗ്രസും ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ സന്ദേശം. അത് മറ്റൊരു വിഷയമല്ലേ അഡ്വക്കേറ്റ് അനിൽ? അതായത് കുട്ടികളെ, അതൊക്കെ ഓരോ കുടുംബത്തിന്റെയും വ്യക്തിപരമായ വിഷയം എന്നുള്ളതാണ്. ഇവിടെ പക്ഷെ ഒരു ജീവന്റെ വിലയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം ഓർക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു സ്വാമി, വ്യാജനോ നല്ലവനോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ DYFI യൂത്ത് കോൺഗ്രസും കേരളത്തിലെ എത്രയോ ആശ്രമങ്ങളാണ് തല്ലി തകർത്തത്
എന്തായിരുന്നു കാരണം? ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെ ഇതിന്റെ മറവിൽ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഈ കേരളത്തിലെ രണ്ട് പ്രബല യുവജന സംഘടനകളായ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കാണിച്ചത്. പക്ഷേ ഈ വിഷയത്തില് വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന അതിഗുരുതരമായ ഈ ഒരു സാമൂഹ്യ പ്രതിസന്ധിയെ ഈ രണ്ട് ശക്തികളും എങ്ങനെയാണ് നേരിട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് പേടിയാണ്, അവർക്ക് ഭയമാണ്. ആരെയാണ്? സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ടിനെ അവർ ഭയക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ്. താങ്കൾ അതിന്റെ ഇൻട്രോയിൽ പറഞ്ഞു, ഞാൻ CPM-ന്റെ പ്രതിനിധിയെ വിളിച്ചു, കോൺഗ്രസിന്റെ പ്രതിനിധിയെ വിളിച്ചു, എന്തേ അവർ വരാത്തത്? എന്താണ് അവർക്ക് പേടി? ജയരാജ് പങ്കെടുത്തപ്പോഴും അദ്ദേഹം ബാലൻസ് ചെയ്യുന്ന ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഉടനെ അദ്ദേഹം മൂത്രത്തിലേക്ക് പോയി, പെന്തക്കോസുകാരുടെ കൈകൊട്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് പോയി. ഇത് തെറ്റാണെന്നും ഇത് ഇസ്ലാമിലെ മതപണ്ഡിതന്മാർ മാത്രമാണ്, ഒരു ഹിന്ദു മതപണ്ഡിതൻ പോലും, ഒരു ക്രൈസ്തവ മതപണ്ഡിതൻ പോലും കേരളത്തിൽ ഇപ്രകാരം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ പ്രസവിക്കണമെന്ന് ഏതെങ്കിലും ഒരു സന്യാസി വരൻ പറഞ്ഞൊരു പ്രസംഗം ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു ഹിന്ദു സമുദായ സംഘടനാ നേതാവ് പറഞ്ഞതായിട്ട് കാണിക്കാൻ സാധിക്കുമോ? യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികള് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആന പ്രസവിക്കുന്നു, ആട് പ്രസവിക്കുന്നു, ഇതൊക്കെയാണ് 4 കാലിൽ കഴിയുന്ന മരണപ്പെട്ട സ്ത്രീയുടെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. ഇത് തെറ്റായ നടപടിയാണ്, രാഷ്ട്രീയമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഏകദേശം ഒരു 15 വർഷക്കാലം 1 or 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിനെ ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഭയക്കുന്നുണ്ട് എന്നുള്ള കാരണത്താലാണ് ഈ ചർച്ചയിൽ അവർ മിണ്ടാതെ ഒരു വലിയ നിശബ്ദത കാണിക്കുന്നത്. അവർക്ക് പേടിയാണ്, ഭയമാണ്. അവർ ഇനിയും ഇത്തരത്തിലുള്ള ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അവർ ശക്തമായി പ്രതികരിക്കും. അതിനെതിരെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഹിന്ദു മതം എല്ലാ കാലത്തും ഓരോരോ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിന് വലിയൊരു മഹത്വമുണ്ട്. എല്ലാ കാലത്തും സ്വയം നവീകരണത്തിന് വിധേയമായ നിത്യനൂതനമായിട്ടുള്ളൊരു മതസംഹിതയാണ് ഹിന്ദു മതം. സതി എന്ന് പറയുന്ന ധാരാളം അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതാത് കാലത്തുള്ള പണ്ഡിതന്മാർ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ്. തീർച്ചയായും നമ്മൾ അത്തരം ചരിത്രങ്ങൾ പരിശോധിച്ച് കൂടുതൽ സമയം ചെലവാക്കാനില്ലാത്തത് കൊണ്ടാണ്. ഒപ്പം ഡോക്ടർ അനുപമ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അവരിലേക്ക് ഇതിന്റെ രാഷ്ട്രീയം ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അവർ നേരത്തെ ഡോക്ടർ ജയരാജ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഈ പ്രസവമൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നിടത്തോളം അത് അവിടുത്തെ ടെക്നോളജിയുടെ കൂടി മികവ് കൊണ്ടാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ അവിടെ ഒരു വീട്ടിൽ ഒരുക്കി കൊടുക്കാൻ അവിടെ സാധിക്കുന്നത് കൊണ്ടാണ് എന്നാണത് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അനുപമ, ഇവിടെ ഇതാ ഒരു പ്രസവം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു, ഒരു മരണം ചർച്ച ചെയ്യപ്പെടുന്നു, അതിൽ പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് അഭിനന്ദനാർഹം തന്നെയാണ്. പക്ഷെ അതിന് പ്രേരിപ്പിക്കുന്ന മതപുരോഹിതരുടെ പ്രസംഗങ്ങൾ ഇപ്പോഴും തുടരുന്നു. വീട്ടിൽ പ്രസവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ആദരിക്കുന്ന ചടങ്ങുകളടക്കം കേരളത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ പറയുന്ന അബദ്ധജടിലമായ പ്രസ്താവനകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ സ്കാനിങ് നടത്തുമ്പോൾ കുട്ടിയുടെ കരളിന് പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളാണ്. ഇവരൊക്കെ എന്ത് ശാസ്ത്രീയ അടിത്തറയിലാണ് ഇത് പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഏറ്റവും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയധികം ആധുനിക വൈദ്യശാസ്ത്രവും അതിന്റെ സൗകര്യങ്ങളും എല്ലാം പുരോഗമിച്ച ഈ കാലഘട്ടത്തില് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു ഒരു കുഞ്ഞ്, അത്രയും കുഞ്ഞുങ്ങൾ, ഒരു അമ്മയുടെ തന്നെ എത്രാമത്തെ പ്രസവമായത്, അപ്പൊ അത്രയും കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മ നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും 101% ഒഴിവാക്കാവുന്ന ഒരു മരണമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവരൊരു നേരത്തെ അദ്ദേഹം ആരോ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ് തീർച്ചയായിട്ടും. കാരണം അടിക്കടിയുള്ള പ്രസവങ്ങൾ കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ചുരുങ്ങാനുള്ള സാധ്യത കുറവ്, ഗർഭപാത്രം ചുരുങ്ങാതെ പ്രസവാനന്തരം അമിതമായ രക്തസ്രാവം ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ, ഗർഭകാലത്ത് തന്നെ ഒരുപാട് ഗർഭകാല രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു സ്ത്രീക്ക് കിട്ടേണ്ട പരിചരണയേക്കാൾ കൂടുതൽ പരിചരണം കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു അവർ. ആദ്യം മുതലേ തന്നെ, ഗർഭത്തിന്റെ ആദ്യം മുതലേ തന്നെ. ഭാഗ്യവശാൽ പ്രസവം വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരിക്കലും ഒരു മാതൃകയായിട്ട് ആരും തന്നെ, ഒരു വിഭാഗത്തിലുള്ള ആളുകളും ഇതൊരു മാതൃകയായിട്ട് കാണാൻ പാടില്ല. കാരണം എപ്പോഴാണെന്ന് അറിയത്തില്ല, ആർക്കാണെന്ന് അറിയത്തില്ല, ഏത് സ്ത്രീക്കാണെന്ന് അറിയത്തില്ല ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. നമ്മുടെ ആളുകൾക്കെല്ലാം പൊതുവേ ഉള്ളൊരു ധാരണയാണ് സുഖപ്രസവം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പ്രസവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രസവം ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് വലിയൊരു പരിചരണമോ കാര്യമോ കെയറോ ഒന്നും വേണ്ട ആവശ്യമില്ല എന്ന പൊതുവേ ആളുകൾക്ക് ഒരു ധാരണ പലപ്പോഴും ഉണ്ട്.
പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഓരോ വ്യക്തിക്ക് ഓരോ രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങൾ, പുതിയ പുതിയ അസുഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. പല പല ഇൻഫെക്ഷൻസ് നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു സ്ത്രീയിൽ ഉണ്ടാക്കാവുന്ന, ഹാർട്ടിനായാലും മറ്റ് അവയവങ്ങൾക്കൊക്കെ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളൊന്നും പൂർണ്ണമായിട്ടും പഠന വിധേയമല്ല ഇപ്പോഴും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. ആ പ്രസവത്തോടോ പ്രസവ സമയത്തുള്ള അമിതമായ ഒരു ബ്ലീഡിങ്ങോ മറ്റ് പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികൾ തന്നെയാണ് നല്ലത്. അതിനുള്ള സൗകര്യം ഇന്ന് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ ധാരാളമുണ്ട്. ധാരാളം പല രീതിയിൽ ഇവർക്കുള്ള ആന്റിനേറ്റൽ ചർച്ചകളും ക്ലാസ്സുകളും എല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് സെക്ടറിലും എല്ലാം ലഘുലേഖകളിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആശാവർക്കർമാർ വീടുകളിൽ ചെന്ന് വരെ അവരോട് സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ നടക്കുന്ന പ്രസവത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് അങ്ങേയറ്റം എത്തിക്കാൻ ആരോഗ്യ മേഖല ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നടക്കുന്ന പ്രസവം ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അതിനൊരു പരിഹാരം കാണാൻ കഴിയും. നമുക്കറിയാം, വളരെ വിരളമായിട്ട് നമ്മളിപ്പോ കേൾക്കാറുള്ളൂ പ്രസവാനന്തരം ഒരു സ്ത്രീ മരിച്ചെന്നോ അല്ലെങ്കിൽ ഒരു നവജാത ശിശു മരിച്ചത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ വിരളമായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം അവർക്ക് കിട്ടുന്ന ആ പൂർണ്ണ പരിചരണം തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പരിഹരിക്കുവാനും അവരെ രക്ഷിക്കുവാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ സ്കാനിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. കാരണം സ്കാനിങ് കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഇന്നത്തെ എന്താ പറയണ്ടത്, നമ്മുടെ ഒരുപാട് മാതൃശിശു മരണ നിരക്കെല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നല്ല രീതിയിലുള്ള ഒരു സ്കാനിങ് പരിശോധന ഉള്ളത് കൊണ്ടാണ്. അതുപോലെ വൈകല്യങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ വൈകല്യമായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അറിയാതെ ജനിക്കുന്നു എന്നുള്ള ഈ അടുത്ത കാലത്ത് ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ, നമ്മളൊക്കെ ഗൈനക്കോളജിസ്റ്റ് ആണ്, നമുക്കറിയാം എത്രയോ വൈകല്യങ്ങൾ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നു. ജനിതക വൈകല്യങ്ങള്, അല്ലാതുള്ള മേജറായിട്ടുള്ള കുഞ്ഞിന്റെ വൈകല്യങ്ങള് ഒക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അബോർഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ആ കുഞ്ഞിനുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വളരെ നേരത്തെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ന്. അവിടെ വിരലിലുണ്ടാവുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ കൈവിട്ടു പോകും. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലെ പ്രസവമൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ആശാവർക്കർമാരടക്കമൊക്കെ ഈ സമയത്തൊക്കെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണിത്. അതിനിടയിലാണ് ഒരു തരത്തിലുമുള്ള പരിശോധനകളും നടത്താതെ ഇത്തരത്തിൽ പ്രസവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഡേറ്റകൾ തന്നെ സർക്കാരിൻ്റെ പക്കലിലേക്ക് എത്തുന്നത് ആശുപത്രികൾക്ക് പുറത്ത് പ്രസവിക്കുന്ന കണക്ക് വെച്ചിട്ടാകണം. അപ്പോൾ ഈ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമൊക്കെ ലഭിക്കുമ്പോൾ ഇങ്ങനെ ജനിച്ച കുട്ടികൾ, ഈ നേരത്തെ ഡോക്ടർ ജയരാജ് ഇവിടെ സൂചിപ്പിച്ചു, ചില വാക്സിനുകൾ അടക്കം മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്രയ്ക്ക് പോലും അനിവാര്യമായി വരുന്നു. അത്തരം ഡേറ്റകളിൽ ഈ വീട്ടിൽ പ്രസവിക്കുന്നു എന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിക്കും ഒരു പ്രതിസന്ധിയാകുന്നുണ്ടോ? അതൊക്കെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് പ്രോത്സാഹനമായി മാറുന്നത്. നമുക്ക് എല്ലാ രേഖകളും ഇന്ന് ആധാരമായിട്ടെല്ലാം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്കൊരു പൂർണ്ണമായ ഡേറ്റ വേണം എന്നുള്ള നിർബന്ധം തന്നെയാണ്. അപ്പം ഈ വീടുകളിൽ പ്രസവിക്കാൻ ചിലപ്പോൾ അവിചാരിതമായിട്ട് സംഭവിക്കാം. നമ്മൾ ശക്തമായ നിയമം ഇതിനകത്തൊക്കെ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവിചാരിതമായിട്ട് ചിലപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് വീട്ടിൽ പ്രസവിച്ച്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബസ്സിലൊക്കെ പ്രസവിക്കുന്നു, വാനിൽ പ്രസവിക്കുന്നു എന്നൊക്കെ പറയും. അത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ ഭയങ്കരമായ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു നിയമക്കുരുക്കായി മാറാൻ പാടില്ല. പക്ഷെ വീടുകളിൽ പ്രസവിച്ചാലും അവരപ്പോൾ തന്നെ അടുത്തുള്ള പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ എവിടാന്ന് വെച്ച് ഇതിന്റെ അറിയിക്കണം. അക്ഷയ വഴിയൊക്കെ അറിയിക്കാം. എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആശാവർക്കർമാരോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പ്രസവം നടന്നു, എല്ലാം സുരക്ഷിതമാണ് എന്നെല്ലാം കൃത്യമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റിപ്പോർട്ട് ഹെൽത്തിൽ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിനും ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ കുഞ്ഞിന് സ്കൂളിൽ ചേരാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഭാവിയിൽ പറ്റത്തില്ല. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ കഴിയുകയില്ല. പക്ഷെ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ IMA-യും KGMO-യും ഒക്കെ ഒരു തരത്തിൽ നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഇത്തരം പ്രവൃത്തികൾക്ക് കടിഞ്ഞാണിടുക എന്നത് അത്രമേൽ വലിയ ശ്രമകരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് പബ്ലിക്കിന് ഇതിനെക്കുറിച്ച്, അതായത് തെറ്റിദ്ധാരണകൾ പലതും ആരോഗ്യ മേഖലയെ കുറിച്ചോ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന സേവനങ്ങളെ കുറിച്ചോ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാക്സിമം മാറ്റാൻ ശ്രമിക്കാം. അവർക്കൊരു അവബോധം കൊടുത്തുകൊണ്ട് ഇതൊക്കെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം ഒരു വഴിക്ക്. രണ്ടാമത് തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികൾ തന്നെയാണ് നല്ലത് എന്നുള്ളത് നമുക്ക് അതിന് ഒരു
വ്യാപകമായി അതിനെക്കുറിച്ചുള്ള ഒരു പ്രചാരണം തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. വിദേശ രാജ്യങ്ങളിൽ വെറുതെ വീട്ടിൽ പ്രസവിക്കുകയല്ല അവർ ചെയ്യുന്നത്. കൃത്യമായ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു മിഡ്വൈഫിന്റെ പരിചരണം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ, ഒരു അടുത്ത ലെവലാണെങ്കിൽ ഒരു ഡോക്ടറുടെ പരിചരണം അവർക്ക് കിട്ടിക്കൊണ്ടാണ് ഹോം മോണിറ്ററിംഗ്, കണ്ടിന്യൂസ് ഹോം മോണിറ്ററിംഗിലൂടെയാണ് അവർ വീട്ടിൽ പ്രസവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അല്ലാതെ അവരെ ആരും ശ്രദ്ധിക്കാതെ എവിടെയോ അങ്ങ് പ്രസവിച്ചു പോകുന്നതോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ വളരെ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് അവർ ഗോ ത്രൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇല്ലാതെ പോകാൻ കഴിയുന്നത്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ, ഒരു ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സമയം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെ അവിടെയൊക്കെ വളരെ പെട്ടെന്ന് ആംബുലൻസിന് പ്രത്യേകം വേ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് ആ സ്ത്രീ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വിതിൻ സെക്കൻഡ്സ് ആണ് അവർ അടുത്തുള്ള ഒരു സർവീസിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഒന്നും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ ഇതല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള അവിടെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു മാതൃകയാക്കുന്ന ഒരിക്കലും നല്ലതല്ല. യെസ്, എന്തായാലും ശ്രീ KP റഹ്മത്തുള്ള, ആവർത്തിച്ച് പറയേണ്ട ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്നതൊക്കെ അതീവ സങ്കീർണമാണ്. അതിന്റെ പ്രതിസന്ധി ഡോക്ടർ അനുപമ സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഒരു ചെറിയ വിഭാഗമെങ്കിലും അങ്ങനെ കർശനമായ നിയമങ്ങൾ ഉണ്ടായാൽ പ്രതിസന്ധി നേരിട്ടേക്കാം. പക്ഷേ പല കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഈ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് മതമേലധ്യക്ഷന്മാരെയും മതപുരോഹിതരെയും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുക, അങ്ങനെ ബോധവൽക്കരിക്കുക, ഇത്തരം നീക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതാ ഒരു വാക്കുപോലും ഉരിയാടാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാകട്ടെ, സർക്കാരിൻ്റെ ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇതിനെതിരെ പറഞ്ഞു എന്നത് വസ്തുതയാണ്. നിയമ നടപടിയുമായി പോകുന്നുണ്ട്. പക്ഷേ അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും അത് കൂടുതൽ ക്യാമ്പയിൻ എന്ന നിലയിലൊക്കെ നടത്തപ്പെടേണ്ടതും ആവശ്യമല്ലേ? ഇല്ലായെങ്കിൽ ഈ വിഭാഗത്തിൽ തന്നെ ഒരു പക്ഷേ ഈ വോട്ട് എന്നത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വിഭാഗത്തിൽ ഇത് വ്യാപകമായി കൂടുതൽ പ്രചരിക്കുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? നേരത്തെ കുത്തിവെപ്പ് മലപ്പുറം ജില്ലയിൽ കുറവാണ് എന്ന വിവരം പുറത്തു വന്നപ്പോൾ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം എല്ലാ മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അസംബ്ലി മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ അതിന് ബോധവൽക്കരണത്തിന് വേണ്ട സമിതികൾ ഉണ്ടാക്കുകയും കുത്തിവെപ്പ് എടുക്കാത്തവരെ കുത്തിവെപ്പ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ആസൂത്രിത ശ്രമങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കോവിഡ് വാക്സിനിൽ നിന്ന് പല പ്രദേശങ്ങളിലും പിന്തിരിഞ്ഞ ആളുകൾ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ഇടപെടുകയും കോവിഡ് വാക്സിൻ എടുക്കാത്തവരെ സമ്മർദ്ദം ചെലുത്തി വാക്സിൻ സെന്ററുകളിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടായി. എന്നാൽ ഒരാഴ്ചയോളമായി വീട്ടിലെ പ്രസവങ്ങളെ തുടർന്നുള്ള മരണങ്ങളുടെ ഭീതിജനകമായ കണക്കുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇന്നാണ് മലപ്പുറം കലക്ടർ മതനേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകിപ്പോയി എന്ന് മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും അധികാരികളും ഒക്കെ വേണ്ട രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് എന്റെ പരാതി. ആരോഗ്യ വകുപ്പ് മന്ത്രി മാത്രം പറഞ്ഞാൽ പോരാ, മറ്റ് ജനപ്രതിനിധികൾ മുഴുവനും വീട്ടിലെ പ്രസവം അശാസ്ത്രീയമാണെന്നും ആശുപത്രികളിലാണ് പ്രസവിക്കേണ്ടത് എന്ന വലിയ സന്ദേശം ഈ സമൂഹത്തിന് നൽകേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം 50 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല. അതുകൊണ്ടാണ് നേരത്തെ BJPയുടെ പ്രതിനിധി കണക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നാതിരിക്കുന്നു. കാരണം 50 ലക്ഷം ജനങ്ങളുള്ള ഒരു പ്രദേശത്ത് 65,000 ജനങ്ങൾ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നത് ഞങ്ങൾ കാണുന്നില്ല. എന്ന് മാത്രമല്ല, കോവിഡ് കാലത്ത് ബലിപെരുന്നാളിന് പള്ളിയിൽ പോകാൻ അവസരം കൊടുത്തത് കൊണ്ടാണ് കോവിഡ് വ്യാപിച്ചത് എന്ന് ഒരാരോഗ്യ രേഖയിലും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ BJPയുടെയും BHPയുടെയും പ്രതിനിധികൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയല്ല. നമുക്കിപ്പോൾ വേണ്ടത് കേരളം ഇതുവരെ നിലനിർത്തിയ ആരോഗ്യരംഗത്തെ വലിയ പുരോഗതി, ലോക ശരാശരിയേക്കാൾ നമ്മൾ മുന്നിലാണ് എന്നാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ
കക്ഷി ഭേദമേന്യുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയമാണ്. അതിന് ആ ബോധവൽക്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ഒരുപോലെ മുന്നിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുത്തിവെപ്പ് രംഗത്ത് മലപ്പുറം പിന്നോക്കം പോയപ്പോൾ അതിനെതിരെയുള്ള ബോധവൽക്കരണ കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് വന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ വീട്ടിലെ പ്രസവങ്ങളുടെ നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധിയെ അതിജീവിക്കാൻ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മതസംഘടനകളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ AP വിഭാഗത്തിലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, EK വിഭാഗത്തിലെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, ഇവരൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കരുതും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അവരോടൊപ്പം ചേർന്നതുകൊണ്ട് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ആരോഗ്യരംഗത്തെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അവരെല്ലാവരും ഒരൊറ്റ മനസ്സോടുകൂടി രംഗത്ത് വന്നുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആരോഗ്യരംഗത്ത് അനാരോഗ്യകരമായ അങ്ങനെ ഒരു നീക്കമാണ് ഡോക്ടർ ജയരാജ്. ഇവിടെ ഏതെങ്കിലും ഒരു സംഘടനയെ ഒറ്റപ്പെടുത്താനോ അതിനെ വിമർശിക്കാനോ ഉള്ള ഒരു നീക്കത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി ആവർത്തിച്ച് തന്നെ പറയട്ടെ. പക്ഷേ അപ്പോഴും താങ്കൾ ഈ പറയുന്നത് പോലെ ഗോമൂത്രം പോലെയുള്ള വിഷയങ്ങളൊക്കെ ആകട്ടെ, അതിനോട് കുറഞ്ഞ പക്ഷം നമ്മുടെ സൈബർ ഇടങ്ങളിൽ എങ്കിലും വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്ത ദിവസം വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലടക്കം ഷർട്ട് ധരിക്കണോ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം പ്രതികരിക്കാറുണ്ട്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു സാമൂഹികമായ പ്രശ്നം കൂടിയാണിത്. അതൊരു വിഭാഗത്തിൽ അധികമാകുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആ മതവിഭാഗത്തിലെ പുരോഹിതർ പ്രസംഗങ്ങൾ നടത്തുന്നു, വലിയ വേദികളിൽ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അപ്പോഴും അത്തരം പ്രതികരണങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. ശ്രീ ജയരാജ്, ഇതിനകത്ത് ആദ്യമേ ചെയ്ത സർക്കാരിന് വരെ ചെയ്യാവുന്ന എന്താണ്, ഈ വിഷയത്തിൽ ഒരു കേസെടുക്കുക എന്നുള്ളതാണ്. FIR ഇട്ട് കേസെടുത്തു. ഇതൊരു മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇത് അയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതുപോലെ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും അറിവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഈ അറിവില്ലായ്മ മതത്തിന്റെ പേരിൽ വന്ന് വിളമ്പി കഴിയുമ്പോഴത്തേക്ക് സാധാരണ ആളുകളെല്ലാം ഇത് വിശ്വസിക്കും. ഒരു മതത്തിന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകളുടെ യൂട്യൂബ് ചാനലുകൾക്ക്, ഇപ്പൊ സക്കീർ നായിക്കിന് തന്നെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ ഇത്തരത്തിലുള്ള യൂട്യൂബ് പ്രചരണങ്ങൾ, കാരണം ആളുകളുടെ കയ്യിൽ മൊബൈൽ ഇരിക്കല്ലേ, ഇത്തരം താല്പര്യമുള്ള കാര്യങ്ങൾ ആളുകൾ ഇരുന്ന് കാണും. അപ്പൊ ഇതിനകത്ത് പറയുന്നതെല്ലാം വാസ്തവമാണെന്ന് പാവപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കുക. ഇത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിനോ അല്ലെ അപ്പർ ക്ലാസ്സിനോ സാധാരണ ഇത് സംഭവിക്കാറില്ല. പലപ്പോഴും പാവപ്പെട്ട ആളുകൾക്കാണ്, ഒരു ബിലോ മിഡിൽ ക്ലാസ് ആളുകൾക്കാണ് ഇത് സംഭവിക്കുന്നത്. അവരെയാണ് ഇത്തരം ആളുകൾ ഹുക്ക് ചെയ്യുന്നതും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ തട്ടിപ്പ്, അത് മന്ത്രവാദികളായിക്കോട്ടെ, ഇവരായിക്കോട്ടെ, ഈ പറഞ്ഞ കണക്കോലെ പാസ്റ്റർമാരായിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത്, ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഈ താഴെ ഉള്ള ആളുകളെയാണ്. അപ്പൊ അവരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഇത്തരം ആക്ടിവിറ്റീസിലോട്ട് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ KP റഹ്മത്തുള്ള പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിനു മുമ്പ് നമുക്ക് പുസ്തകങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മളിപ്പോ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം മാത്രം പറയുമ്പോൾ, ഇപ്പം ലഹരിക്കെതിരെ ബോധവൽക്കരണം, അതുകൊണ്ട് ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം മതിയോ? ബോധവൽക്കരണം മാത്രമല്ല, നിയമം നടപ്പിലാക്കണം. ശക്തമായ നിയമങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നവരെ നിയമം വഴി അവരെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ. ഇപ്പൊ ആർക്കെങ്കിലും എതിരെ ഒരു സൈബർ ആക്രമണം നടത്തുന്നതിന് കേസുകളുണ്ടല്ലോ, അതുപോലെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അത്തരം ആളുകൾ കേസെടുക്കുകയും ഇത്തരം അബദ്ധങ്ങൾ ഇനി മേലിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞിട്ട് എന്ത് വിഡ്ഢിത്തരം വിളമ്പാൻ പോകുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഒരു സയന്റിഫിക് ടെമ്പറിന് വെളിയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള അബദ്ധ പ്രസ്ഥാനങ്ങളെ ഏത് സംഘടനയിൽ നിന്നോ ഏത് പാർട്ടിയിൽ നിന്നോ നടത്തിയാലും അവർക്കൊക്കെ എതിരെ ശക്തമായൊരു നിയമം നടപ്പിലാക്കണം. പ്രത്യേകിച്ച് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണെന്നാണ്
BJP-യുടെ പ്രിന്റ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല അതിന്റെ യുക്തി എന്താണെന്ന്. എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലൊരു നേരിയ ലൈനുണ്ട്. അല്ല ഒരിക്കലുമല്ല. നമ്മൾ അന്ധവിശ്വാസം അനാചാരം വിശ്വാസം ദൈവം എന്നതുണ്ട് എന്ന് തെളിയിക്കുക എന്നത് സാധ്യമല്ലല്ലോ എന്നതുകൊണ്ടായിരിക്കാം. ഏതൊരു മതവിഭാഗത്തിനും അത് സാധ്യമല്ലല്ലോ, അതായിരിക്കാം. എനിക്കും വ്യക്തതയില്ല. ഓക്കെ, അത് അല്ല, ഇതിനകത്ത് തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിപ്പോ നമ്മൾ കോൺഫിഡൻസും അഹങ്കാരവും തമ്മിലൊരു നേരിയ ലൈനുണ്ട്. കൂടുതൽ കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ അത് അഹങ്കാരം നമ്മൾ വ്യാഖ്യാനിക്കും. തീർച്ചയായും. എന്തായാലും ഞാൻ ഇടപെടുകയാണ്. ഞാൻ ചർച്ച ഡോക്ടർ അവസാനിപ്പിക്കാം. ഇനിയൊരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ആവർത്തിച്ചു പറയുന്നു. ഇതിപ്പോൾ ഏത് മതവിഭാഗത്തിൽ ആണെങ്കിലും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രവിരുദ്ധമായ പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുക, അത് വിശ്വാസത്തിന്റെ പേര്, വിശ്വാസികളെയല്ല ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇത്തരം തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരണം. നമ്മുടെ സർക്കാർ ഭരണകൂടങ്ങൾ ഇതിനെ എതിർക്കുക തന്നെയാണ് വേണ്ടത് എന്നതാണ് ആവർത്തിച്ച് പറയേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.